സോ ഹായ് ഫ്രണ്ട്സ്, കിഷ്കിണ്ട കാണ്ഡം. അതെ, ആസിഫ് അലിയുടെ സിനിമ. ആക്ച്വലി സിനിമ കണ്ടിറങ്ങിയപ്പോഴേ ഇതിനകത്ത് വിജയരാഘവനാണോ ആസിഫ് അലി ആണോ നായകൻ? രണ്ടുപേരും പെർഫോമൻസ് രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ സിനിമ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. അല്ല, ആസിഫ് അലിയുടെ ചില ഇന്നത്തെ നമുക്കത് പറയാൻ പറ്റുന്നില്ല. കാരണം ആസിഫ് അലി ഒരു ഇൻസിഡന്റില് ആസിഫ് അലിയുടെ കരയുന്നൊരു സീനുണ്ട് കേട്ടോ. അതായത് ഇത് ഇവിടെ കൊള്ളു ആ സാധനം. ആ ഒരു നമ്മൾ ഭയങ്കര ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് കുട്ടികളുള്ള ഒരു പേരന്റ് ആണെങ്കിലുണ്ടല്ലോ, അത് ശരിക്കും കണക്ട് ആവും. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയി. രാവിലെ കണ്ട ARM അത് വേറൊരു ഒരു മാസ് മൂവി ആണെങ്കിലുണ്ടല്ലോ, ഇത് ക്ലാസ് മൂവി. ക്ലാസ് എന്ന് പറഞ്ഞാൽ അന്യായ ക്ലാസ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ദഞ്ജിത്ത് അല്ലേ ഡയറക്ടർ? ദഞ്ജിത്ത് ഡയറക്ടർ. ആ ഡയറക്ടറിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഹുൽ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റും സിനിമാറ്റോഗ്രാഫറുമാണ്. ഈ സ്ക്രിപ്റ്റ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഓൾറെഡി ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. ജേസുയുടെ സിനിമ വന്നിട്ടുണ്ട്. ഞാനത് എന്താണെന്ന് ഞാൻ സ്പോയിലർ പറയുന്നില്ല. പക്ഷെ ആ ഒരു സ്ക്രിപ്റ്റിനെ ഈ രീതിയിൽ വളർത്തിയെടുത്തത് അധികം കഥാപാത്രങ്ങളില്ല. വിജയരാഘവൻ, ആസിഫ് അലി, അപർണ ബാലമുരളി, ജഗദീഷ് നല്ല പെർഫോമൻസ്. അതുപോലെ തന്നെ നമ്മുടെ അശോകൻ കക്കാരവി, മറ്റെന്തോ കോട്ടയം രമേശ്, കുറച്ച് കഥാപാത്രങ്ങളുള്ളൂ. പക്ഷെ ജോബി ജോർജ് ആണ് സിനിമയുടെ പ്രൊഡ്യൂസർ. അതായത് ഗുഡ്വില്ലാണ്. എനിക്ക് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി എനിക്ക് പല പ്രാവശ്യം നമ്മള് ചില ഈ ക്യാമറ ഒക്കെ വെച്ചിരിക്കുന്ന സാധനമില്ലേ, ആ ക്യാമറ വെച്ചിരിക്കുന്ന ഷോട്ടുകളൊക്കെ അടിപൊളി. പിന്നെ മൊത്തം കാട്ടിലാണ് എന്റെ ഷൂട്ട് മൊത്തം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡെപ്താ ഓരോ സിനിമ കണ്ടോണ്ടിരുന്നപ്പോ വിനോദ് ചോദിച്ചായിരുന്നു, ഈ ആ ട്രെയിനിലുള്ള ആ ഒരു സീനിൽ ആ ഒരു ക്യാമറ എവിടെ വെച്ചത്? നമുക്ക് ഭയങ്കര അതിശയം. അന്യായിട്ടാ ക്യാമറ, സിനിമാറ്റോഗ്രാഫി ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. സിനിമ ഓവറോൾ പറയുകയാണെങ്കിൽ വളരെ ഇങ്ങനെ സ്ലോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ല, ബോറിംഗ് ഇല്ല. അത് മാത്രമല്ല BGM ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. ഭയങ്കര ത്രില്ലർ പടമാണ്. വളരെ സ്ലോയില് റിലാക്സ് ആയിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂമൻ സിനിമയ്ക്ക് ശേഷം ആസിഫിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ ഒരു പീക്കിലെത്തിയിട്ടുണ്ട്. കാരണം വേറെ ലെവലിൽ. പിന്നെ അപർണ ബാലമുരളിയുടെ വേ ഓഫ് ഒരു അന്വേഷണ സ്റ്റൈൽ ഉണ്ട്, ഒരു ഷെർലക് ഹോംസ് രീതി എന്നൊക്കെ ആസിഫ് അലി പറയാം. അതും പക്ക സസ്പെൻസ് ആണ്. കാരണം നമുക്ക് ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു പിടുത്തവും തരുന്നില്ല. ഞാൻ ഒരു അരമണിക്കൂറായിട്ട് ഞാൻ ഇക്കോട് ചോദിച്ചു പ്ലോട്ട് എന്താ, പ്ലോട്ട് കിട്ടിയ ഒന്നും കിട്ടുന്നില്ല. കുറച്ച് കുരങ്ങനെയും കാണിക്കുന്നുണ്ട്, കുറച്ച് കാടും കാണിക്കുന്നുണ്ടെന്നല്ലാതെ എന്താണ് പ്ലോട്ട് എന്ന് മനസ്സിലാവുന്നതേ ഇല്ല. നല്ല രീതിയിൽ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സംഭവം ഹിറ്റ് കിട്ടും. ഇതാണ് സിനിമയുടെ കഥ. പിന്നെയും വഴി മാറും, പിന്നെയും തിരിച്ചു വരും. ആ ഒരു സാധനം വിജയരാഘവൻ വേറെ ലെവല് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ പുള്ളി. പുള്ളിയുടെ ക്യാരക്ടർ എന്താ പറയാ, ഇപ്പം ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും പുള്ളി വ്യത്യസ്തമായിട്ടുള്ള ഇത് ചെയ്തെങ്കിൽ അതുക്കും മേലെ വിജയരാഘവൻ അദ്ദേഹം അങ്ങനത്തെ ഒരു കലാകാരനുള്ള 70 വയസ്സുള്ള ആളായിട്ടും 60 ഇതിനകത്ത് 70 വയസ്സാന്നാ പറയുന്നത്. 70 ഇടയ്ക്ക് ഒരു 40-50 വയസ്സായിട്ട് കാണിക്കുന്നുണ്ട് ആർമിക്കാരൻ. അപ്പൊ അങ്ങനെ ഒന്ന് മാറാനായിട്ട് ഈ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അത് ഗംഭീര പെർഫോമൻസ്. ഓവറോൾ എനിക്ക് സിനിമ ഒരു ക്ലാസിക്കൽ മൂവിയാണെങ്കിലും അപർണ ബാലമുരളി ആണെങ്കിലും അതുപോലെ അശോകനാണെങ്കിലും, അശോകൻ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റും ഒക്കെ സർവീസ് ബേസ്, ഗവൺമെന്റ്, പോലീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്, ബാലിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരു സാധനത്തെ ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അവസാനം വരെ നമ്മളെ ഇങ്ങനെ ഇരുത്തും. അവസാനം നമ്മൾ ക്ലൈമാക്സ് കണ്ട് നമ്മൾ കൈയടിച്ച് നമ്മുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഈ അച്ഛനും മോന്റെ ഒരു പെർഫോമൻസിൽ നമ്മളെ കൈയടിച്ചു പോകും. കാരണം ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. സത്യം പറഞ്ഞാൽ അത് ആരാണോ വിജയരാഘവൻ സാറിനെ കാസ്റ്റ് ചെയ്തതെങ്കിൽ ഹാറ്റ്സ് ഓഫ് ബ്രോ. പക്കാ കാസ്റ്റിംഗ് ആയിരുന്നു. കാസ്റ്റിംഗ് എനിക്ക് അത് തന്നെ പറയാനുള്ളൂ. എനിക്ക് ആ സിനിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കാസ്റ്റിംഗ് ആണ്, എന്റെ സിനിമോട്ടോഗ്രാഫിയാണ്. അവസാനത്തെ ആ ഒരു സീനില്ലേ, നമ്മുടെ നമുക്കൊരു സിനിമയില്ലേ കാതലിനകത്തൊരു സീനില്ല, അച്ഛനും മോനും കെട്ടിപ്പിടിക്കുന്ന സീനില്ലേ, അതുപോലത്തെ ഒരു സീനിനകത്തുണ്ട്. ആ സീനില് നമ്മളൊന്ന്
തരിക്കും നമ്മൾ പതറും. നമ്മൾ കുടുംബത്തോടെ നമ്മൾ കമ്പയർ ചെയ്യും ഈ സിനിമ. സത്യത്തിൽ നമ്മൾ ഈ സിനിമ ഇന്ന് തന്നെ കാണണം, ഇന്ന് തന്നെ ഇതിന്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ റിവ്യൂ നാളെ രാവിലെ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ ഓണത്തിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു നല്ലൊരു സസ്പെൻസ് ത്രില്ലർ സിനിമ തന്നെയാണ്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് വിജയരാഘവൻ, ആസിഫ് അലി എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. ആസിഫ് അലി എന്താ പറയാ, തെളിഞ്ഞ് വീണ്ടും വരുന്നു. ആസിഫ് അലി, പുള്ളിക്കാരൻ ആസിഫ് അലിയുടെ ഇമോഷണൽ സീൻസ് ഒക്കെ ഇങ്ങനെ കരഞ്ഞൊരു സീനുണ്ട്, അതൊക്കെ ഒരു രക്ഷയിലാണ്. ഞാൻ ആലോചിക്കാം ഒരു 15 മിനിറ്റോളം സീൻ നമ്മളിങ്ങനെ സൈലന്റ് ആണ് തിയേറ്റർ ആ സമയത്ത്. അത് എൻഡ് ഓഫ് നമുക്കറിയാം ഇതൊരു അഭിനയമാണ്, സിനിമയാണ്. പക്ഷെ എന്നാലും നമ്മളതിലൊന്നും നമ്മളങ്ങനത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് അത് കണക്റ്റഡ് ആവും. അപ്പം അത്രേ ഉള്ളൂ മെയിൻ ആയിട്ട്. സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു ക്ലാസിക്കൽ മൂവി. നമ്മൾ ചിലപ്പോഴൊക്കെ മലയാളികളുടെ സിനിമകളുടെ ഒരു ഗുണം ഇതാ, ചെറിയ ബഡ്ജറ്റിൽ ഹിറ്റ് അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഡയറക്ടേഴ്സ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. അതെ, ആ ഇൻഡസ്ട്രിയാണ് മലയാള ഇൻഡസ്ട്രി. അത് ഈ സിനിമ സിനിമോട്ടോഗ്രാഫി ഗുഡ്, അതുപോലെ തന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒരു സിനിമയുടെ എന്തൊക്കെയാണോ വശങ്ങൾ വേണ്ട അതെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തി കൂടി ഇല്ല നമ്മൾ വിട്ടുപോയ, മേജർ രവി അല്ലാതെ ഒരു സീനിൽ വരുന്നുണ്ട്. മേജർ രവി അല്ല, ഋതു സിനിമയ്ക്കകത്ത് വരുന്ന ഷാനോ എന്താ പുള്ളിയുടെ പേര്? ഋതു സിനിമയ്ക്കകത്താണ് ആദ്യമായിട്ട് നമ്മുടെ ഒരു ഫോറൻസിക്കിന്റെ ഓഫീസറായിട്ട് വരുന്നുണ്ട്. അത് കുറെ നാൾക്ക് ശേഷമാണ്. ആസിഫയുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു കാസ്റ്റിംഗ് വന്നത്. അത് നല്ലായിരുന്നു, കുറെ നാൾക്ക് ശേഷം കണ്ടു. എന്താണെങ്കിലും ഓവറോൾ പടം നല്ല പടമാണ്. തിയേറ്ററിൽ വന്ന് മനസ്സ് നിറഞ്ഞ നമ്മൾ ഇറങ്ങുന്നത്. തിയേറ്ററിൽ വന്ന് കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാളെ നമുക്ക് 2 സിനിമകളുണ്ട്. കൊണ്ടലുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ എവർഗ്രീൻ ഹീറോ റഹ്മാന്റെ ഒമർ ലുലുവിന്റെ എന്താണ് നാളെ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നാളെ അതിന്റെ റിവ്യൂ ചെയ്യും. Okay, so bye. ഓക്കെയാണോ? ഓക്കെയാണോ ചോദിച്ചാൽ സോ ഹായ് ഫ്രണ്ട്സ്, ചെറിയ തൊണ്ടയ്ക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട്, സൗണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല. രാവിലെ നമ്മള് ARM കണ്ടു. രാത്രിയിൽ 9:30 ഷോ കണ്ടു. കിഷ്കിണ്ടാപുരം അല്ല, എന്റെ ലെവല്